ഗൈസ്, നമ്മൾ ഈ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് റോട്രൂവയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് വേയിലേക്കാണ്. യെസ്, ദിസ് ഈസ് റോട്രൂവാസ് റെഡ്വുഡ് ട്രീ വാക്ക്. ഇതിന്റെ ആക്ച്വൽ നെയിം ഫക്കറേവ ഫോറസ്റ്റ് എന്നുള്ളതാണ്. ഇത് എന്റെ 5ാമത്തെ റെഡ്വുഡ് ട്രീ വിസിറ്റ് ആണ്. എവരി ടൈം റോട്രൂവ വരുമ്പോഴും ഞങ്ങൾ ഈ ഒരു ട്രീ വാക്ക് മിസ് ചെയ്യാറില്ല. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ്വുഡ് നൈറ്റ് ട്രീ വാക്ക് ആണ്. ഞാൻ നൈറ്റ് ട്രീ വാക്ക് എന്ന് എടുത്ത് പറയാൻ കാരണം നമ്മൾ ഡേയിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂവും നൈറ്റ് ടൈമിൽ കാണുന്ന ഒരു വ്യൂവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കിവിടെ 2 തരത്തിലുള്ള വാക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഗ്രൗണ്ടിലൂടെ ഉള്ളത്, അത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിന്നീട് ഈ മരങ്ങൾക്കിടയിലൂടെ മരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ബ്രിഡ്ജിലൂടെയുള്ള നടപ്പാണ്. ഇത് കൂടുതലും നൈറ്റ് ടൈമിലാണ് പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ കോസ്റ്റ് വരുന്നത് അഡൾട്ടിന് $40 പെർ ഹെഡും കിഡ്സിന് $25 പിന്നെ ഈ റോട്രൂവ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് ഫർദർ ഡിസ്കൗണ്ട്സും കിട്ടും. 20 മീറ്റർ ഹൈറ്റിൽ 28 സ്വിംഗ് ബ്രിഡ്ജസ് ചേർത്ത് 700 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രീ വാക്കാണിത്. വോക്കിനുടനീളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ബോർഡ്സ് ഒക്കെ കാണാൻ പറ്റും. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ന്യൂസിലൻഡിലെ വാണിജ്യ വനവൽക്കരണത്തിനായി വിവിധ വിദേശ വൃക്ഷയിനങ്ങളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തുന്നതിനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ മരങ്ങൾ ഇവിടെ നട്ടുപിടിച്ചിരിക്കുന്നത്. 1901 കെട്ടിട ആവശ്യങ്ങൾക്കായിട്ടുള്ള തടി എന്ന ലക്ഷ്യത്തോടെയാണ് ഈ റെഡ്വുഡ് തൈകൾ ഇവിടെ നട്ടുപിടിച്ചു തുടങ്ങിയത്. ഈ റെഡ്വുഡ് ട്രീസിന്റെ ഒറിജിൻ ന്യൂസിലൻഡിലല്ല കേട്ടോ, ഇത് അമേരിക്കയിലെ നോർത്ത് വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തൈകളായിരുന്നു. ഈ ട്രീയുടെ ഹാർഡ്വുഡിന്റെ വൈബ്രന്റ് ആയിട്ടുള്ള റെഡ് കളർ കാരണമാണ് ഈ ട്രീക്ക് റെഡ്വുഡ് ട്രീ എന്ന പേര് വരാൻ കാരണം. ഈ കാണുന്ന ലൈറ്റ്സ് ആണ് നൈറ്റ് വാക്കിലെ മെയിൻ അട്രാക്ഷൻ. ഹൊറോയിക്ക ലാന്റേൺസ് എന്നാണ് ഇതിനെ പറയുന്നത്. 34 മെയിൻ ലാന്റേൺസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡേവിഡ് ട്രൂബ്രിഡ്ജ് എന്നൊരാളാണ് ഈ ലൈറ്റ്സ് ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്ന ഇൻഫോർമേറ്റീവ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ലാർജസ്റ്റ് റെഡ്വുഡ് ട്രീ 72 മീറ്റർ ടോളും 169 സെന്റിമീറ്റർ ഡയമീറ്ററും ഉള്ളതാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ റെഡ്വുഡ് ട്രീ ഇതല്ല കേട്ടോ, അത് കാലിഫോർണിയയിലാണ്. അവിടെയുള്ള റെഡ്വുഡ് ട്രീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അറൌണ്ട് 110 മീറ്റർ വരും. ഈ കാണുന്നത് കണ്ടോ, ഇതൊക്കെ മരങ്ങളിലേക്ക് അടിച്ചിരിക്കുന്ന ലേസർ ലൈറ്റ്സ് ആണ്. ഇത് കണ്ടാൽ കറക്റ്റ് മിന്നാമിന്നി കൂട്ടങ്ങളെ പോലെ തോന്നും. മരത്തിൽ ഔൾ ഇരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന പ്രൊജക്ടർ ലൈറ്റ്സും ഇവിടെയുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് സിൽവർ ഫേൺസ്. ഈ ഫേണിന്റെ ലീഫാണ് നമ്മുടെ എയർ ന്യൂസിലൻഡിന്റെ ഫ്ലൈറ്റിന്റെ ലോഗോ ആയിട്ടും ക്രിക്കറ്റ് ജേഴ്സിയിലും ഒക്കെ കാണുന്നത്. പകൽ സമയങ്ങളിൽ നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നത് പോലെ പല തരത്തിലും പല ഡിസൈനിലുമുള്ള ലാന്റേൺസ് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റും. വീഡിയോസിൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ഇത് പൊള്ളിയാണ് ഗൈസ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു പോയിന്റിൽ മാത്രം നമുക്ക് ഇതേപോലെ ബ്രിഡ്ജിൽ ഒരു ഗ്ലാസ് ബാർ കാണാം. നമുക്ക് അവിടെ കയറി നിൽക്കാനൊക്കെ പറ്റും. ഓൾമോസ്റ്റ് നമ്മൾ എൻ പാർട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഈ വേ 2 ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ വന്ന സെയിം ഹൈറ്റിലും മറ്റൊന്ന് അതിലും കുറച്ചുകൂടെ ഹൈറ്റിലുമാണ് പോകുന്നത്. ഞങ്ങൾ പോയത് ആ ഹൈറ്റുള്ള വേയിൽ കൂടെ ആയിരുന്നു. ഈ കാണുന്ന സ്ട്രിംഗ് ലൈറ്റ്സ് ഒക്കെ ആ ഒരു വേയിലായിരുന്നു ഉണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ റെഡ്വുഡ് ട്രീയുടെ മോർണിംഗ് ഉള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ഞങ്ങൾ റോട്രൂവ പോകുമ്പം ഉറപ്പായിട്ടും ഒരു മോർണിംഗ് ട്രീ വാക്കിന്റെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ അങ്ങനെ നടന്ന് എൻ പോയിന്റിലേക്ക് എത്തുവാണ്. കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് മനസ്സിൽ നല്ലൊരു മെമ്മറബിൾ എക്സ്പീരിയൻസും ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ ട്രീ വാക്കിന്റെ എക്സിറ്റിലേക്ക് അടുക്കുമ്പോഴേക്കും നമുക്ക് അവിടെ വലിയൊരു ജയന്റ് വുഡ് റിങ് കാണാൻ പറ്റും. ഓവർ 2000 ഇയേഴ്സ് ഓൾഡ് ഉള്ള ഒരു വുഡ് പീസ് ആണ് ഈ കാണുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ ഉള്ള മരമായിരുന്നു ഇത്. അതിന്റെ ഓരോ കാലഘട്ടത്തിലെ വളർച്ചയാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ട്രീ കട്ട് ചെയ്യുന്നത് 1952 ആ ഒരു ഇയറും ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റെഡ്വുഡ് ട്രീ വാക്ക്. ഇനി നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹുക്ക ഫോൾസ് ആണ്. റോട്രൂവ സിറ്റിയിൽ നിന്ന് അറൌണ്ട് 76 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ആണ് ഹുക്ക ഫോൾസിലേക്കുള്ളത്. അതായത് അറൌണ്ട് 1 അവർ നമുക്ക് ട്രാവൽ ടൈം എടുക്കും.
ഞങ്ങൾ അങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി കാറ് പാർക്ക് ചെയ്ത് ഹുക്ക ഫോൾസിലേക്കുള്ള എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡിലെ ലോങ്സ്റ്റ് റിവർ ആയ വൈക്കാറ്റോ റിവറിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഹുക്ക ഫോൾസ്. വെറും 11 സെക്കൻഡ്സ് കൊണ്ട് ഒരു ഒളിമ്പിക് വലുപ്പമുള്ള സ്വിമ്മിംഗ് പൂളിൽ നിറയ്ക്കാൻ അത്ര പവർ ഉണ്ട് ഈ ഹുക്ക ഫോൾസിലെ വാട്ടറിന്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോൾസ് ആയതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിന്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഞങ്ങളെപ്പോലെ തന്നെ ഹുക്ക ഫോൾസ് കാണാനായിട്ട് ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. സ്പ്രിംഗ് ഈസ് ദ വെരി വെരി ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഹുക്ക ഫോൾസ്. ബിക്കോസ് ഈ ടൈമിൽ സ്നോ മെൽറ്റ് ആവുന്നത് കൊണ്ട് തന്നെ വാട്ടറിന്റെ ഫ്ലോ ഭയങ്കര പവർഫുൾ ആയിരിക്കും. എന്നെ ഈ ഫോൾസിൽ ഏറ്റവും അട്രാക്ട് ചെയ്തത് ഇത്ര പവർഫുള്ളി വരുന്ന വാട്ടർ ആണെങ്കിൽ പോലും അത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. എക്സാക്ട്ലി പറയുവാണെങ്കിൽ ബ്ലൂ കളർ വാട്ടർ ഒഴുകി പോകുന്നത് പോലെ നമുക്ക് തോന്നും. ഇങ്ങനെ നുരഞ്ഞു പൊങ്ങുന്നത് കൊണ്ടാണ് ഈ ഒരു ഫോൾസിന് ഹുക്ക ഫോൾസ് എന്ന പേര് വന്നത്. മാവറി ഭാഷയിൽ ഹുക്ക എന്ന വേർഡിന്റെ അർത്ഥം പത അല്ലെങ്കിൽ നുര എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. ന്യൂസിലൻഡിലെ ശരാശരി ആളുകളിൽ എസ്പെഷ്യലി നോർത്ത് ഐലൻഡിലുള്ള ആൾക്കാരുടെ ഫോണുകളിൽ ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു ഫോട്ടോ ആയിരിക്കും ഹുക്ക ഫോൾസിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഞങ്ങളും വിട്ടുകൊടുത്തില്ല. കപ്പിളായിട്ടും ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഞങ്ങളും കുറെ ഫോട്ടോസ് അങ്ങ് എടുത്തു. ഹുക്ക ഫോൾസും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുമൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മാപ്പ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഈ യു ആർ ഹിയർ എന്ന് പറയുന്ന പ്ലേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ബോർഡിന്റെ ബാക്കിൽ കാണുന്നത് ഒരു വാക്കിംഗ് ട്രയൽ ആണ്. കുട്ടികളെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഫോൾസിന്റെ സൈഡിൽ കാണുന്ന ട്രാക്കിൽ കൂടെ കുറച്ച് ദൂരം നടന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കൂടെ ഞങ്ങൾ എടുത്തു. ഈ ഫോൾസ് ഒന്നുകൂടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജെറ്റ് ബോട്ട് സർവീസസ് ഒക്കെ അവൈലബിൾ ആണ്. സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ആണെന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഹുക്ക ഫോൾസ് വിസിറ്റ് ചെയ്യുന്നവർ ജസ്റ്റ് അതോടൊന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് അറിയിക്കണേ. ലാസ്റ്റ് ടൈം കൈറ്റുണ റിവറിൽ ചെയ്ത റിവർ റാഫ്റ്റിംഗ് തന്നെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത് എന്തായാലും പൊളിക്കും. ഞങ്ങൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പോയപ്പോൾ എടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അതോടെ ചെക്ക് ചെയ്തേക്കണേ. അങ്ങനെ ഹുക്ക ഫോൾസിൽ നിന്ന് വിട പറയുന്നതിന് മുന്നേ പോകുന്ന വഴി ഞങ്ങളൊരു ലോങ് ഷോട്ട് കൂടെ എടുത്തു. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. See you in next video. Bye bye.